മുസ്ലിങ്ങളെ ശ്മശാനം കണ്ടുകൊണ്ട് സ്റ്റാൻഡർഡൈസേഷനൊക്കെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്കും സ്റ്റാൻഡർഡൈസേഷൻ. ഈ ഹൈന്ദവ സംസ്കാരത്തിലുള്ള ശ്മശാനം കാണാൻ തന്നെ പേടിയാണ്. എൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഞാനിരുന്ന് ആലോചിക്കും, ഈശ്വര ടോണിയാങ്കായി നിന്നാണ് തലമുടി കഴിക്കുന്നത്, ഹോളിഡേയിൽ നിന്നാ കുടിക്കുന്ന സ്റ്റാർബക്സിൽ നിന്നാ. അപ്പൊ വീട്ടിലെങ്കിലും കടങ്ങിയേക്കണം, പുറത്തുകൊണ്ട്. ഇന്നത്തെ കൊച്ചിയിൽ എത്ര പേർക്ക് വീട്ടിൽ സ്ഥലമുണ്ട്? ബ്ലോഗ് കണ്ടതാ ക്രിയേറ്ററിനെ പറ്റി, ദൈവത്തിനെ പറ്റി. ദൈവം ഭയങ്കര ഒരു സാഡിസ്റ്റ് ആണ്. കണ്ടായിരുന്നോ? ദൈവം ഭയങ്കര സാഡിസ്റ്റ് ആണ്. എനിക്ക് ആ സാഡിസ്റ്റ് ആയിട്ടുള്ള ദൈവത്തിനെ വേണ്ട. അതായത് എലിയെ ഉണ്ടാക്കി പാമ്പിനെ കൊണ്ട് തീറ്റിക്കുന്നു, പാമ്പിനെ ഉണ്ടാക്കി പരുന്നിനെ കൊണ്ട് തീറ്റിക്കുന്നു. ഞാൻ അവന് മറുപടി അയച്ചെന്ന് പറഞ്ഞ ചക്കരെ, എനിക്കൊരു ക്രിയേറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ, നമ്മുടെ സ്കൂള് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ പൈതോഗറസ് തിയറം പഠിപ്പിക്കുന്നുണ്ടോ? ഒന്നുമല്ല. ഡിസിപ്ലിൻ ഉണ്ടോ? പ്രോപ്പറായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഒരാൾ വണ്ടി കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തു, അയാൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അയാളെ എങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷിച്ച് ആ ബ്ലോക്ക് മാറ്റി കൊടുത്ത് പോവാം. ഉടനെ അവിടെ വണ്ടി ഔട്ടിയിട്ട് കണ്ടുകൂടെടാ, നിനക്ക് ആരാടാ ലൈസൻസ് തന്നെ? ഇതിനകത്ത് എന്ത് സുഖമാണ് കിട്ടുന്നത്? അപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. അയാൾ പെട്ടു, അയാൾ നമുക്ക് രക്ഷിച്ചാൽ അയാളും പോകും, നമ്മളും പോകും. ആ രക്ഷിക്കാൻ കിട്ടുന്നൊരു സുഖമുണ്ട്. ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ, ഇത് ചൈനയിൽ കൂടുതലായിരുന്നു. ഞാൻ ചൈനയിൽ 5 വർഷം ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രതിസന്ധി, അവർക്ക് സഹായിക്കണം, എന്നിട്ട് ആ പ്രതിസന്ധിയിൽ പുറത്തു കൊണ്ടുവരണം, പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുടെ എഡ്യൂക്കേഷൻ വളരെ പൂറാണത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. എങ്ങനെയും അവൻ്റെ തോളത്തെ ഓട്ടി നമുക്ക് അടുത്തെടുത്തെത്താം. പിന്നെ ഈ ഡിസിപ്ലിൻ, അത് അമ്പലത്തിൽ നോക്കിയാൽ മതി, ചേർച്ചിനെ കണ്ടുപഠിക്കണം. ഈ വന്നിട്ടുള്ള വിദേശികളിൽ നിന്നും ഇല്ലെങ്കിൽ വിദേശ ആചാരങ്ങളിൽ, ഭക്ഷണ രീതികളിൽ എല്ലാം അവർക്കൊരു ഡിസിപ്ലിൻ സ്റ്റൈലുണ്ട്. ഇപ്പോൾ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 200 gram ഓഫ് മീറ്റ്, ഒരു 100 gram ഓഫ് വെജിറ്റബിൾസ്, ഒരു 50 gram ഓഫ് അല്ലെങ്കിൽ 60 gram ഓഫ് മാഷ് പൊട്ടേറ്റോസ്. അപ്പോൾ ഒരു മീലായി 350 gram നമ്മൾ കഴിച്ചു. അത് കട്ട് ചെയ്ത് അല്ലെ ഡിപ്പ് ചെയ്ത് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിച്ച് അതിനോട് റെഡ് വൈൻ കാണും അല്ലേ? ഈ ഡിസിപ്ലിനറി ഈറ്റിംഗ് നമുക്കുണ്ടോ? അപ്പോൾ എറ്റിക്കറ്റ്സ് ആൻഡ് മാനേഴ്സ് ഷുഡ് ഹാപ്പൻ ഫ്രം ദ ടേബിൾ. ദാറ്റ് ഹാസ് ടു ബി എഡ്യൂക്കേറ്റഡ് ഇൻ എ ഹൈ ലെവൽ ഫ്രം ദ സ്കൂൾ. അപ്പോൾ മോൾക്ക് കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റ് പഠിപ്പിച്ചാൽ ലൈഫ് വേറെ ലെവലാണ്. ഇഷ്ടം പോലെ ടൈം കാണും. നമ്മൾ എഴുതി വെച്ചാൽ മതി, ഇത്ര ടൈം ടു ഇത്ര ടൈം, ഇത്ര ടൈമിൽ ഞാൻ വെള്ളം കുടിക്കും, ഇത്ര ടൈമിൽ ഇനി. അപ്പോൾ ചോദിക്കും നമ്മൾ റോബോട്ടാണോ എന്ന് ചോദിക്കും. നമ്മൾ അതൊക്കെ മുകളിലാണ്. അപ്പോൾ അത്രയും കെയർ ചെയ്യണ്ടേ? ഈ കിച്ചണിലുള്ള ടൈം മാനേജ്മെന്റ് പലർക്കും പാളിപ്പോകുന്ന കുറേ കാര്യങ്ങളാണ്. കാരണം ഇപ്പം അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മുടെ വീടുകളിലാണെങ്കിലും, ഇപ്പോൾ വീടുകളിലൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ, എപ്പോഴും അവള് കിച്ചണിൽ തന്നെയാണ്, എന്തിനു മാത്രം അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. ഈ കിച്ചണിലുള്ള ടൈം മാനേജ്മെന്റ് എങ്ങനെയാ അത് സാർ എങ്ങനെ അത് കറക്റ്റായിട്ട് നോക്കാറ്? ചില ആൾക്കാർക്ക് കാറിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഫുൾ ടൈം കാറായിരിക്കും ഡ്രൈവ് ചെയ്യും. ചില ആൾക്കാർക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില അമ്മമാരുടെ ലോകം ആ അടുക്കളയാണ്. അവർ ആ അടുക്കളയിലാണ് യൂണിവേഴ്സ് കാണുന്നത്. ആ അടുക്കളയിൽ നിന്നാണ് അവരുടെ എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ്. അവരുടെ മക്കളുടെ ആരോഗ്യം, മോക്ക് എന്ത് കഴിക്കണം, പൊടി വരുന്നുണ്ട്, മുളക് ഉണക്കാൻ സമയമായി. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ദ ടോട്ടൽ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു സിറ്റി ബാങ്കിൻ്റെ CEO ആണെന്ന് കരുതുക. ആ സിറ്റി ബാങ്ക് ടോട്ടൽ കൺട്രോൾ ചെയ്യുന്ന CEO ആണ് ചിത്ര എന്ന് കരുതുക. ചിത്രയുടെ ഫുഡ് പ്ലാൻ ചെയ്യുന്ന അമ്മയാണ് അല്ലേ? കറക്റ്റ് ടൈമിന് എന്ത് കഴിയും. അപ്പോൾ ആക്ച്വലി സിറ്റി ബാങ്ക് ഹാൻഡിൽ ചെയ്യുന്ന അമ്മയാണോ ചിത്രയാണോ? അപ്പോൾ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ അടുക്കള അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേക്ക്. കാരണം അവരാണ് നമ്മളുടെ വിങ്സ് വേണോ, നമുക്ക് ലെഗ് വേണോ, നമ്മൾ ഇഴയണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ബീഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബീഫ് പലപ്പോഴും ഇതിപ്പം അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാ ദിവസവും ബീഫ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഹാംഫുൾ ആണ് നമുക്കിങ്ങനെ ഒരുപാട് നമ്മളുടെ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ചേഞ്ചായി വരുമ്പോഴേക്കൊക്കെ. മാത്രമല്ല നമ്മളിപ്പം മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ബീഫ് ഇത് വെക്കുന്നതും കുറച്ച് മസാലയൊക്കെ കുറച്ച് ഇതിൻ്റെ നോൺ വെജിൻ്റെ തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് നിലനിർത്താനായിട്ട് ഈ എന്താ പറയുക, ഈ ഭയങ്കരമായിട്ട് മസാലയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അടിസ്ഥാനപരമായി കുക്കിംഗ് സ്കിൽ
സ്കിൽ ഇല്ലെങ്കിൽ ഒരു നല്ല ഡിഷിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. ആ നമ്മളിപ്പം വറുത്തരച്ച മീൻകറി എന്ന് പറയുമ്പോൾ വറുത്തരപ്പിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ മസാല എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പെപ്പറിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനെയാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിനെ ഫ്ലേവർ ഔട്ട് ചെയ്യാം. അതല്ലാത്ത പക്ഷെ ഇപ്പോൾ ബീഫിൻ്റെ രുചിയാണ് അറിയേണ്ടതെങ്കിൽ അടിസ്ഥാനപരമായി അതിനെ പുഴുങ്ങി തിന്നാൽ മതി. ഇച്ചിരി ഉപ്പും മുളക്, ഇച്ചിരി കാന്താരി മുളകും കരിവേപ്പിലേക്ക് ഇട്ട് പുഴുങ്ങി തിന്നാൽ മതി. ഇപ്പം എന്നെ പലരും കളിയാക്കാറുണ്ട്, ആ തേങ്ങാപ്പാൽ, കരിവേപ്പില, കാന്താരി ഇത് മാത്രം മതി നല്ല ഡിഷസ് ഉണ്ടാവാൻ. ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ 7 ദിവസം ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 7 ദിവസവും നമുക്ക് പ്രോപ്പർ ഫുഡ് പ്ലാൻ വെച്ചാൽ മതി. ഒരു ദിവസം നമുക്ക് 100 ഗ്രാം മട്ടൺ തിന്നാം, ഒരു ദിവസം നമുക്ക് ബീഫ് തിന്നാം, ഒരു ദിവസം നമുക്ക് ചിക്കൻ തിന്നാം. അപ്പോൾ ചിക്കൻ എല്ലാം കഴിക്കുന്നതിനകത്ത് ആ മീറ്റിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം. അപ്പം നമ്മൾ എന്ത് കഴിക്കുന്നു അതിന് ക്വാളിറ്റി ഉണ്ടാവണം. കുറച്ച് കഴിച്ചാൽ മതി. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇന്ന് മുളപ്പിച്ച പയർ കഴിച്ചു, നമ്മൾ നാളെ മുതിര കഴിച്ചു, നമ്മൾ മുതിര കഴിച്ചു. അതേപോലെ നമ്മൾ കുക്കുംബർ കഴിച്ചു, ക്യാരറ്റ് കഴിച്ചു. ഇതെല്ലാം പ്ലാനിങ് ആണ്. ഇത് എല്ലാം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടിടണ്ട. ഇപ്പോൾ ചിത്രം ഇതിന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറണം, ഒരു 100 രൂപയുടെ വെജിറ്റബിൾസ് വാങ്ങിച്ചു, ഒരു 100 രൂപയുടെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. 200 രൂപയാണ്. അത് അന്ന് തന്നെ തിന്നുകയും ചെയ്യും. ചെന്ന ഉടനെ തന്നെ കുറച്ച് ലെറ്റ്യൂസും കുക്കുംബറും ആപ്പിളും എല്ലാം കൂടെ കട്ട് ചെയ്തൊരു സാലഡ്, വേണമെങ്കിൽ കോക്കനട്ട് വിനീഗറോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗറോ എല്ലാം ഇട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് അതിങ്ങനെ ബൗളിൽ വെച്ച് ചെറിയ ടൊമാറ്റോസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. തൊട്ടിപ്പുറത്ത് ഒരു മീല്, ഒരു 100 ഗ്രാം ജാസ്മിൻ റൈസ്, ഇല്ലേ ഒരു പൊറോട്ട വാങ്ങിച്ചു 4ആയിട്ട് കട്ട് ചെയ്ത് അവിടെ വെച്ച്, ഒരു 100 ഗ്രാം ബീഫ് വെച്ച് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെയ്ത ബീഫ്, നല്ല വെന്ത് നെയ്യൊക്കെ ഒഴിച്ച് വേവിച്ച ബീഫ്, അത് കഴിച്ച് ഈ സാലഡും കഴിച്ച് ഡിന്നർ ഒരു ഗ്ലാസ് മട്ടൺ സൂപ്പാണോ, ഒരു മട്ടൺ സൂപ്പാണോ എന്ന് വെച്ചു, ഇല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പ്, ഈ സൂപ്പും ഒക്കെ കുടിച്ച് പൊമോഗ്രാനറ്റ് ഒരെണ്ണം കട്ട് ചെയ്ത് ഞാൻ തട്ടിയിട്ടേക്ക് അതും കഴിച്ച് രാത്രി കിടക്കുന്നതിന് ഒരു ഗ്ലാസ് പാലും കുടിച്ച്. എത്ര രൂപയുടെ ചിലവാണ്? ഒരു ക്വീൻ കണക്ക് തോന്നിയില്ലേ? ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കാം. എല്ലാ ദിവസവും എഗ്ഗ് കഴിക്കാം. എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ 8 മിനിറ്റ് ബോയിൽ ചെയ്ത് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. കാരണം ആ മഞ്ഞ സൂര്യനെ പോലെ ഇരിക്കണം, നല്ല ഗോൾഡൻ കളർ ഇരിക്കണം. അപ്പോൾ ആ മഞ്ഞ ഗോൾഡൻ കളർ ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഗോൾഡൻ ഫീൽ കിട്ടണം. അതിൻ്റെ പുറത്ത് കറുപ്പ് വീണിട്ടുണ്ടെങ്കിൽ മറ്റേ ഇരുട്ട് വീണണൊക്കെ ആയിപ്പോവും. അപ്പോൾ അതിനകത്ത് കാര്യമില്ല. അപ്പോൾ ആ എഗ്ഗ് കഴിക്കുന്നതിൽ ഒരു ക്വാളിറ്റി വേണം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ക്വാളിറ്റി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം, ഇപ്പോൾ എനിക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ ടീം പറയും ഇത് ഷെഫിന് കൊടുക്കണ്ട, ഇച്ചിരി പുകഞ്ഞു പോയി കളഞ്ഞേരം. അപ്പം നമുക്ക് അങ്ങനെ പിന്നെ വരുത്തോളൂ, നല്ലത് മാത്രമേ. ഇപ്പം എന്നെ വീട്ടിലോട്ട് കഴിക്കാൻ വിളിക്കുന്നതാണ് അവരെന്താ പറയുക, ഷെഫ് വരുന്നുണ്ട് അല്ലേ, നമുക്ക് അത് ചീര ഫ്രഷ് ആയിരിക്കണേ. കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് മല്ലിയിലയുടെ കാര്യം പറഞ്ഞു. മല്ലിയില ഫ്രഷ് അല്ല വേണ്ട, മല്ലിയില വേണ്ട, ഫ്രഷ് അല്ലെങ്കിൽ വേണ്ട, മനസ്സിലായില്ലേ? നേരെ മറിച്ച് ആ ക്വാളിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ചിത്ര ബിൽഡ് ചെയ്യേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളുടെ വസ്ത്രങ്ങളോ നമ്മളുടെ വണ്ടികളോ നമ്മൾ പോകുന്ന സലൂണോ ഒന്നുമല്ല. ഞാൻ ഈ സലൂണിലൊക്കെ പോയി 1000 രൂപയ്ക്ക് മേക്ക് ഓവറും ഈ പറയുന്ന ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അടിസ്ഥാനപരമായി കൊണ്ടുവയ്ക്കുന്നത് ശ്മശാനത്താണ് അല്ലേ? മിനിമം ഒരു അച്ചായനോ ഇല്ലെങ്കിൽ ഒരു മുസ്ലിമോ ആയിട്ട് ജനിച്ചില്ല എന്ന് വെച്ചോ, വളരെ ശോകമായ അവസ്ഥയിലാണ് കൊണ്ട് ശ്മശാനത്തിൽ വയ്ക്കുന്നത്. ഒരു ക്വാളിറ്റിയും കാണത്തില്ല. ശ്മശാനം എങ്ങനെ അന്വേഷിച്ചൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് ശ്മശാനം കാണുമ്പോഴേ ഇന്നലെ വരെ കിടന്നത് AC റൂമിൽ അല്ലേ? ബെഡ്ഷീറ്റ് എല്ലാ ആഴ്ചയിലും കഴുകി ലാസ്റ്റ് കൊണ്ട് കിടത്തിയ. ഇപ്പം ഞാൻ മുസ്ലിങ്ങളെ ശ്മശാനം കണ്ടുകൊണ്ട് സ്റ്റാൻഡർഡൈസേഷനൊക്കെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്കും സ്റ്റാൻഡർഡൈസേഷൻ. ഈ ഹൈന്ദവ സംസ്കാരത്തിലുള്ള ശ്മശാനം കാണാൻ തന്നെ പേടിയാണ്. എൻ്റെ അവസ്ഥയാണ് വന്നത്. അപ്പം ഞാനിരുന്ന് ആലോചിക്കും, ഈശ്വര ടോണിയങ്കായി നിന്നാണ് തലമുടി കഴിക്കുന്നത് ഹോളിഡേയിൽ നിന്നാ, കൊടിക്കുന്ന സ്റ്റാർബക്സിൽ നിന്നാ. അപ്പൊ വീട്ടിലെങ്കിലും കടക്കിയേക്കണം, പുറത്തോണ്ട്. അപ്പൊ ഇന്നത്തെ കൊച്ചിയിൽ എത്ര പേർക്ക് വീട്ടിൽ സ്ഥലമുണ്ട്? ശ്മശാനത്തിൽ കൊണ്ട് വെക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുക.
ഈ ഷെഫിനെ ആരെങ്കിലും കഴിക്കാനായിട്ട് വിളിക്കുമ്പോഴത്തേനും ഇങ്ങനെ പേടിക്കാറുണ്ടോ ആരെങ്കിലും? അയ്യോ നല്ല ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്? അത് അവരുടെ റെസ്പെക്റ്റും സ്നേഹവും. കാരണം ഞാൻ ഭയങ്കര ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്നെ അതറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിച്ചു വാരി തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാലും കുറച്ച് മതി, പക്ഷെ അത് പൊളിയായിരിക്കണം, സൂപ്പറായിരിക്കണം. അപ്പോൾ അവർക്ക് അവരുടെ ടെൻഷൻ കാണും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അമ്മമാരെ പാചകത്തിൻ്റെ മുമ്പിലൊന്നും നമ്മളൊന്നും ഒന്നുമല്ല. എന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആശാ അരവിന്ദ്, ഫിലിം സ്റ്റാർ, ഫിലിം ആക്ട്രസ്, അമ്മ നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അത് കിട്ടുന്നിടം വരെ എൻ്റെ കോൾ ചെയ്യില്ല. കാരണം അമ്മ വയ്ക്കുന്ന കപ്പ ബിരിയാണി ഒന്നൊന്നര സംഭവമാണ്. അപ്പോൾ അത് പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ചില ചേട്ടന്മാരൊക്കെ ഒരുപാട് ഹൃദയത്തിൽ നിന്നാണ് പാചകം ചെയ്യുന്നത്. കഴുകി ഉണക്കിയ മുളക് പൊടി, മനസ്സിലായില്ലേ, കഴുകി ഉണക്കിയ മല്ലിപ്പൊടി, ഇതൊന്നും കിട്ടാനില്ല ഇപ്പോൾ. അപ്പോൾ അത്രയും സ്റ്റാൻഡർഡൈസേഷൻ വരണം. കാരണം കേരളത്തിൻ്റെ ഗവൺമെൻറ് ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സമൂഹം തലമുറ ഇന്നിവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഫെസിലിറ്റേറ്റ് ചെയ്യണം, അല്ലേ? ഇപ്പോൾ ചിത്ര ഇവിടെ അനുഭവിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്ത് ചെയ്ത ബ്ലോഗ് കണ്ടതാണ്, ക്രിയേറ്ററിനെ പറ്റി, ദൈവത്തിനെ പറ്റി. ദൈവം ഭയങ്കര ഒരു സാഡിസ്റ്റാണ്. കണ്ടായിരുന്നോ? ദൈവം ഭയങ്കര സാഡിസ്റ്റാണ്. എനിക്ക് ആ സാഡിസ്റ്റ് ആയിട്ടുള്ള ദൈവത്തിനെ വേണ്ട. അയാൾ എലിയെ ഉണ്ടാക്കി പാമ്പിനെ കൊണ്ട് തീറ്റിക്കുന്നു, പാമ്പിനെ ഉണ്ടാക്കി പരുന്നിനെ കൊണ്ട് തീറ്റിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് അപ്പോൾ ഏകദേശം 100-200 ആൾക്കാരെ കണ്ട് കമൻ്റ് കൊണ്ട് ഒരുത്തൻ എനിക്ക് ഫോർവേഡ് ചെയ്തതാണ്. ഞാൻ അവന് മറുപടി അയച്ചെന്ന് പറഞ്ഞാൽ, ചക്കരെ എനിക്കൊരു ക്രിയേറ്റർ ഉണ്ട്, അതാണ് ദൈവം. എന്തായാലും അയാൾ സാഡിസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ വലിയ വിഷയം. കാരണം അയാൾക്കറിയാം എൻ്റെ എന്തൊക്കെ അറിയായിരുന്നു, അടിസ്ഥാനപരമായി ഈ നാട് ഇങ്ങനാണ്, ഇങ്ങനൊരു അവസ്ഥയാണ്. എന്നിട്ട് പിന്നെ എനിക്ക് ജന്മം കൊടുത്തില്ലേ? അപ്പൊ അവനവൻ്റെയൊക്കെ തന്തയും തള്ളയല്ലേ ഏറ്റവും വലിയ സാഡിസ്റ്റുകൾ. മേളിയിരിക്കുന്ന ക്രിയേറ്ററെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് തിരിച്ചറിവാണ്. അപ്പൊ ഞാനിപ്പോ എൻ്റെ മകന് ജന്മം കൊടുത്തിട്ടുണ്ട്, അവൻ വിളിച്ചു ഇടാ സാഡിസ്റ്റ്, നിനക്കറിഞ്ഞായിരുന്നോ ഇവിടെ റോഡില്ലാതെ വല്ല ആവശ്യമുണ്ട്, അല്ലേ? അപ്പൊ അവനവൻ്റെ ക്രിയേഷൻ അവനവൻ്റെ അച്ഛനും അമ്മയാണ്. അത് അവര് നമുക്ക് ജന്മം തന്നത് അവരുടെ സന്തോഷവും സ്നേഹത്തിൻ്റെയും പുറത്താണ്. നമുക്ക് നല്ലത് വരണേന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കും. അത് തിരിച്ചറിയാം. അതേപോലെ ആയിരിക്കും യൂണിവേഴ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സിസ്റ്റം കാണും. അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഒരു 840 മാസം കൊണ്ട് അതിനൊരു തിരക്കഥ എഴുതാനും വേണ്ടിയുള്ള എന്താ പറയുക മാനസിക വളർച്ചയൊന്നും ഉണ്ടാകുമെന്ന് പോലും എനിക്ക് സംശയമാണ്. നമുക്ക് വരിക, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുക, അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുമെന്ന് നോക്കുക, ക്വാളിറ്റി ഉള്ള. അപ്പോൾ അതൊരു യോഗമാണ്. ഒരു സമയത്തിനെ പ്ലാൻ ചെയ്യുക, അല്ലേ? ഡിസിപ്ലിൻ ഉണ്ടാവുക. പല ആൾക്കാർക്കും നമ്മളെ കൂടെയുള്ള വ്യക്തിത്വങ്ങളായാലും സുഹൃത്തുക്കളായാലും സഹോദരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യം എന്താ, നമ്മളെല്ലാം കണക്റ്റഡാണ്. ഞാനിപ്പോൾ 8 മണിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് 7:30 റെഡിയാവുമെന്ന് വെച്ചു. നമ്മളെ കൂടെയുള്ള 8:30 വന്നാൽ നമ്മളെയും ബാധിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പം ആ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളിലൊരു ഫോക്കസ് ഉണ്ട്, നിങ്ങളിലൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഥകളുടെ ഒരു ആരാധന. അപ്പോൾ ഈ ടോട്ടിസ് ആൻഡ് ദി റാബിറ്റിൻ്റെ കഥയുണ്ടല്ലോ, ആമയും മുയലിൻ്റെ. നമ്മൾ ആമയെ കണക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക, നമ്മൾ എത്തുന്നേ. ലവൻ ചാടി പോട്ടെ, അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മളെത്തും, സമയമാകുമ്പോൾ എത്തും. അതിന് നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഡെഡിക്കേഷൻ ഉണ്ടാവണം, ഫോക്കസ് ഉണ്ടാവണം. ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ടീമും ഉണ്ടാവണം. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കുകയാണെ, എനിക്ക് സിമ്പിളായിട്ട് ഒരു ബീഫ് കറി വെക്കണം, ബീഫ് റോസ്റ്റ് വെക്കണം. അല്ല, സിമ്പിളായിട്ട് വയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് വയ്ക്കുന്നത് നല്ല ബീഫ് കിട്ടണം, നല്ല പോത്തിറച്ചി കിട്ടണം. പോത്തിറച്ചി കിട്ടുന്ന സമയത്ത് കടിച്ചാൽ പൊട്ടുന്ന എല്ലും കൂടെ ചേർത്ത് വാങ്ങിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ബോയിൽ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ സവാളയൊക്കെ അരിയാനും കണ്ണരിയെന്നൊക്കെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജ് എടുത്തിട്ട് 2 ക്യാബേജിൻ്റെ ലീഫ്, 2-3 ക്യാബേജ് ലീഫ് എടുത്ത് കട്ട് ചെയ്തിട്ട് നല്ല ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കരിവേപ്പില എല്ലാം റോസ്റ്റ് ചെയ്യുക വെളിച്ചെണ്ണയ്ക്കകത്ത്. നല്ല റോസ്റ്റ് ചെയ്ത് ഈ ക്യാബേജും റോസ്റ്റ് ചെയ്യുക. അപ്പം സവാള വേണ്ട, സവാള ഇല്ലാത്തൊരു എളുപ്പ പരിപാടിയാണ്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. ശരം വെള്ളം ഒഴിച്ച് ഈ ബീഫ് വെന്തേൻ്റെ സ്റ്റോക്ക് വാട്ടർ കിട്ടും, എല്ലും ബീഫും. ആ സ്റ്റോക്ക് വാട്ടർ ഇത് തിളപ്പിക്കണം. ഇത് തിളപ്പിച്ചോ നല്ല വാസന. വേണമെങ്കിൽ ഗ്രാമ്പൂ പട്ട ഇലക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നിങ്ങളിത് എടുത്തിട്ട് മിക്സിയിൽ അടിക്കണം. ഒന്ന് ചെറിയ ചൂടായതുകൊണ്ട് ശ്രദ്ധിക്കണം. അടിച്ച് തിരിച്ചൊഴിക്കുക. ഒഴിക്കുമ്പോൾ ഇത് നല്ല ഗ്രേവി പരുവായി ഇല്ലേ? അതിനകത്തോട്ട് വേണം, അതിനകത്തെ ഗ്രാമ്പൂ പട്ട, കാരണം ഗ്രാമ്പൂ പട്ട അരയ്ക്കണ്ട, വേണം എടുത്ത് കളയാമല്ലോ.
പട്ടയും അതിനകത്തോട്ട് ഇടുക, എന്നിട്ട് ഈ ബീഫും തട്ടുക, എന്നിട്ട് ആ സ്റ്റോക്ക് വാട്ടറും ആ മസാലയിൽ ഈ ബീഫ് വേവിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥിരം തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ. എന്നിട്ട് ആ ബീഫ് നല്ല എന്താ പറയുക ഇങ്ങനെ ഒട്ടും നമുക്ക്. എന്നിട്ട് ആ എല്ലിൻ്റെ സ്റ്റോക്ക് വാട്ടറും എല്ലാം കൂടെ നല്ല വെള്ളയപ്പം, ചൂട് ചോറ് ഇതെല്ലാം അതിൻ്റെ കൂടെ കഴിക്കാം. പൊറോട്ട വേണമെങ്കിലും കഴിക്കാം. പക്ഷെ പൊറോട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുണ്ടാക്കി കഴിക്കുക. വീട്ടിലുണ്ടാക്കി കഴിക്കുക വളരെ ഈസിയാണ്. വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇപ്പം വാങ്ങിക്കേണ്ട നമ്മൾ 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മൈദയൊക്കെ കുഴച്ച് അത് റൈസ് ചെയ്യാൻ വെച്ചിട്ട് ആ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇച്ചിരി പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഈ അടിക്കലാണ് പണി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിക്കണമെന്നൊന്നുമില്ല, പരത്തിയാൽ മതി. പരത്തിയിട്ട് ഒന്ന് വീശി കൊടുത്താൽ വീശിയിട്ട് റൗണ്ട് ആക്കിയിട്ട്. ഈ ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് മുട്ടയും പാൽപ്പൊടിയും ചേരുമ്പോൾ തന്നെ ഒരു മണം വരും, അല്ലേ, ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു മണം വരും. നമ്മൾ ബാക്കിയുള്ള പാം ഓയിലാക്കി നമുക്ക് നെയ്യിൽ ചൂടാം. ആ നെയ്യിലെ പൊറോട്ടയും ആ ബീഫും അല്ലേ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഭയങ്കരമല്ലേ. അങ്ങനെ കഴിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയില്ലെന്നുള്ളതെങ്കിലും എന്താ പറയാ ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചിരുന്നൊരു മൊമെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചിത്ര. ഇറ്റ് വാസ് ഓൾസോ എ നൈസ് കോൺവെർസേഷൻ വിത്ത് യു. ഹോപ്പ് ഐ ഡിഡ്ന്റ് ബോർ യു. ഒരിക്കലും ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.